തോന്നുമല്ലോ. എന്നാൽ സംഭവം സിമ്പിൾ ആണ്. ഒരു പാറ്റേൺ ഒക്കെ റെഡിയാക്കി നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കത്തക്കതേ ഉള്ളൂ. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങി ഒരു മണ്ടത്തുറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുവാന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട്? ചെറിയൊരു അശ്രദ്ധ പറ്റിയതാണ്, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ സംഭവം ലാസ്റ്റ് പൊളിയായിരുന്നു കേട്ടോ. ഇന്നും ഞാൻ ഈ മീഷോ സാരി കൊണ്ടാണ് 16 പാനൽ കട്ടുള്ള കുർത്തി ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 4.5 മീറ്ററേ ഉള്ളൂ. കാരണം 1 മീറ്റർ ഞാനിത് ബ്ലൗസിന് വേണ്ടിയിട്ടൊക്കെ നേരത്തെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഫുൾ സാരി മേടിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് തികഞ്ഞില്ല. കാരണം 4.5 മീറ്റർ ക്ലോത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഞാനിപ്പോൾ 46 ഇഞ്ച് ലെങ്തിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. 46 ഇഞ്ച് ലെങ്ത് കൊടുത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുവാണ് കേട്ടോ. ഈ 4.5 മീറ്റർ സാരിയാണ് ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുന്നത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ, എന്തെങ്കിലും ഒരു പേപ്പർ എടുത്ത് നമുക്ക് പാനലൊന്ന് ലെങ്തും വിട്ടും എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ മാർക്ക് ചെയ്തപ്പോഴത്തേക്കാണ് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പാനൽ കട്ട് ചെയ്തെടുത്ത ശേഷം കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പാനലിന്റെ ലെങ്ത് ഭാഗത്താണല്ലോ വീതി കൂടുതൽ. അപ്പൊ നമ്മൾ ആ വീതി ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കണം, എത്ര പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിടുമ്പോൾ എനിക്ക് എളുപ്പത്തിന് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലെങ്ത് ഭാഗത്തു നിന്ന് തന്നെ ഞാൻ ഒന്നുകൂടെ അതുകൊണ്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പാനൽ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് എളുപ്പത്തിന് 8 പാനൽ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ പാനൽ ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ക്ലോത്ത് വേസ്റ്റ് പോകത്തില്ല. ഇനിതാ ഈ പാനൽ എടുത്ത് ഈ സൈഡിൽ ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. കറക്റ്റ് ആ അളവിന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ട്രേസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി അളവിൽ വ്യത്യാസം വരും. ആ അളവിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് അതേ മെഷർമെന്റിൽ ട്രേസ് ചെയ്തെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. 2 സൈഡും കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ലെങ്ത് ഭാഗവും ഷോൾഡർ ഭാഗവും എല്ലാം ഒന്നുകൂടെ ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ 8 പാനൽ റെഡിയായി കിട്ടി കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഈ പാറ്റേൺ ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തിരിച്ചു വെച്ച് ഇവിടെയും പിൻ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ട്രേസ് ചെയ്ത് കറക്റ്റായിട്ട് പിൻ ചെയ്യണം. അതേ മെഷർമെന്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് മെഷർമെന്റിൽ പാറ്റേൺ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് സിമ്പിളാണ്. ഒന്നിച്ച് മടക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് തന്നെ ഈ 16 പീസും ഇവിടെ റെഡിയായി. നമുക്ക് ക്ലോത്ത് തികയുവാണെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ കൊടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞ് സ്ലീവ് കൊടുക്കുവാണ്, കാരണം എനിക്ക് ക്ലോത്ത് തികയാത്തതുകൊണ്ടാണേ. ഇത്രയും കട്ട് ചെയ്ത് ഞാൻ ഒരു പാർട്ട് 3 പാർട്ടാക്കി ഇങ്ങനെ നിവർത്തി ഒന്ന് വെച്ച് നോക്കി, ഷേപ്പ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കാണ് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയത് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഷേപ്പ് കറക്റ്റായി കിട്ടത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ആ പാറ്റേൺ എടുത്ത് നോക്കിയത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു അബദ്ധം പറ്റി എന്ന് മനസ്സിലായി. ഇനി ഞാൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാനിത് ആദ്യമേ പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഇതുപോലെ ലെങ്തിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൽ നമുക്ക് എത്രയാണോ നമ്മുടെ കുർത്തയ്ക്ക് വേണ്ട ലെങ്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 46 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് ഈ പേപ്പറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഡയറക്റ്റ് ക്ലോത്തിൽ ചെയ്യുന്നതിനേക്കാളും ഇതുപോലൊരു പാറ്റേൺ റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് പാനലുകൾ ചെയ്തെടുക്കുവാണെങ്കിൽ ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ചെസ്റ്റ് റൗണ്ട്, എത്രയാണോ നമുക്ക് ചെസ്റ്റ് റൗണ്ട് വേണ്ടത് ഞാനിവിടെ 40 കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണമല്ലോ. 4ആയിട്ട് മടക്കിയിടുമ്പോൾ 1 ഇഞ്ച് കൊടുക്കും. 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് 44 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്ര പാനൽ വേണോ കൊടുക്കാം. ഞാനിവിടെ 16 പാനൽ കൊടുക്കുന്നുണ്ട്. ഈ 44 ഡിവൈഡഡ് ബൈ 16 കൊടുക്കുവാണ് കേട്ടോ. നമുക്ക് എത്ര പാനൽ കൊടുക്കുന്നോ അത് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. 44 ഡിവൈഡഡ് ബൈ 16 കൊടുക്കുമ്പോൾ എനിക്ക് 2.75 കിട്ടും. 2.75 എന്ന് പറയുമ്പോൾ 2.25 ഇഞ്ച്. ഒരു പാനലിൻ്റെ ഷോൾഡർ ഭാഗത്തുള്ള വീതിയാണ് ഈ 2.75. ഈ ഷോൾഡർ ഭാഗത്ത് ഈ മേൽഭാഗത്ത് വരുന്ന വീതിയാണ് 2.25 ഇഞ്ച്. ഇനി നമുക്ക് ലെങ്ത് ഭാഗത്തുള്ള വീതി കണ്ടുപിടിക്കണം. എത്ര ഫ്ലെയർ വേണോ അതിനനുസരിച്ച് നമുക്ക് ക്ലോത്ത് കൂടുതൽ കൊടുക്കാം. ഞാനിവിടെ 4 ഇരട്ടി ക്ലോത്ത്, 3, 4, 5 ഇരട്ടി നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് കണ്ടതുപോലെ നമുക്ക് ഫ്ലെയർ കൂട്ടി കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഇരട്ടി ക്ലോത്താണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഷോൾഡർ ഭാഗത്ത് 2.75 കിട്ടി. 4 ഇരട്ടി ക്ലോത്ത് ലെങ്ത് ഭാഗത്ത് ഫ്ലെയർ കൊടുക്കുന്നുണ്ട്. ഈ 2.75നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2.75 ഇൻറ്റു 4 11 ഇഞ്ച് കിട്ടും നമുക്ക്. അപ്പോൾ ലെങ്ത് ഭാഗത്തുള്ള ഫ്ലെയർ 11 ഇഞ്ചാണ് കേട്ടോ. ഇത്രയും മെഷർമെൻറ്റ് മനസ്സിലാക്കിയ സിമ്പിളായിട്ട് പാറ്റേൺ റെഡിയാക്കി എടുക്കുക. ഷോൾഡർ ഭാഗത്ത് 2.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ലെങ്ത് ഭാഗത്ത് 11 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ടോട്ടൽ ലെങ്ത് 46. ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് പാനൽ കട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ ലെങ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. 11 ഇഞ്ച് വീതിയും നമുക്കിതിലൊന്ന് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിനെ 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. കാരണം സൈഡ് ഫ്ലെയർ ഇങ്ങനെ വീതി കൂടിയല്ലേ വരുന്നത്.
അപ്പോൾ ചരിഞ്ഞാണല്ലോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഷോൾഡർ ഭാഗത്ത് 2.25 വരുന്നതെന്ന്, അതിൻ്റെ പകുതി മാത്രമേ മാർക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഞാൻ കാണിച്ച മണ്ടത്തരം അതാണ്. ആ 2.25 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. 2.25ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1.5 വരത്തില്ല, ഒരു 1.5 പോയിന്റ് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. ആ കറക്റ്റ് പോയിന്റ് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം, കാരണം വേരിയേഷൻ വരാൻ പാടില്ല. വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ബോഡി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ചെറുതോ വലുതോ ഒക്കെ ആയി പോകും കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ വേസ്റ്റ് ലെങ്ത് ഒരു 16 ഇഞ്ച് കൊടുത്തുകൊണ്ട് ഇവിടെയും ഈ 2.25ൻ്റെ ഹാഫ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നിവർത്തി എടുക്കുമ്പോൾ അത് കറക്റ്റ് ആവും. ലെങ്ത് ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്തത് കറക്റ്റ് ആയിരുന്നു, 11ൻ്റെ ഹാഫ് 5.5 ഇഞ്ച്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയത് കേട്ടോ. ലെങ്ത് ഭാഗത്ത് വേരിയേഷൻ വന്നിരുന്നെങ്കിൽ നമുക്കത് ക്ലോത്ത് വേസ്റ്റ് പോകും. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴും ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ വേസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, വേസ്റ്റ് ഏരിയയും ഷോൾഡർ ഭാഗവും തമ്മിലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. 1.5 പോയിന്റ് ഇല്ല, 1.25 ഒരു 1.5 പോയിന്റും കൂടെയാണ് ഈ ഷോൾഡർ ഭാഗത്തും വേസ്റ്റ് പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി 5.5 മാർക്ക് ചെയ്ത് ആ പോയിന്റിലോട്ട് നമ്മുടെ ഈ വേസ്റ്റ് ഏരിയയുടെ അവിടെ നിന്ന് ചരിച്ചതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ, ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി ഇതെല്ലാം ചേർത്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണം. തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ച് മതി. 4 ഇഞ്ച് മാറ്റി ഷോൾഡർ ഭാഗത്തുനിന്ന് ലെങ്ത് ഭാഗം വരെയും ഒരു 4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ചേർത്തൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഈ 4 ഇഞ്ച് കൂട്ടി കൊടുക്കാതിരിക്കരുത്, കാരണം ഓരോ പാനലും യോജിപ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണ് ഈ 4 ഇഞ്ച്. നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ 4 ഇഞ്ച് അതിൻ്റെ കൂടെ ആഡായി വന്നോളും. ഇനി ഒന്നുമില്ല, നേരെ ഒറ്റ കട്ട് കൊടുത്താൽ മതി. ഈ സൈഡിൽ എന്നേ കട്ട് ചെയ്ത് ഷോൾഡർ ഭാഗം വരെ അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ലെവൽ മാറിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേ മെഷർമെൻറ്റ് ക്ലോത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയേഷനും ഇല്ലാതെ നല്ല പോലെ നമുക്ക് ഈ പാനൽ കുർത്തി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് നിവർത്തി നോക്കാം നമുക്ക്. ഇത് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് നമുക്ക് ഒരു പാനൽ വരുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന്. ഞാൻ നേരെ എടുത്തു വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഈ 2.5 ഇഞ്ചും മാർക്ക് ചെയ്ത് ഈ ഭാഗത്തൊരു വീതി കൂടുതലാണ്, നമ്മുടെ വേസ്റ്റ് ഏരിയ വരെ വീതി കൂടുതലാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നും നോക്കിയില്ല, ആ 2.5യുടെ ഹാഫ് കറക്റ്റായിട്ട് ഷോൾഡർ ഭാഗത്തും വേസ്റ്റ് ഏരിയയിൽ മാർക്ക് ചെയ്ത് ലെങ്ത് ഭാഗം എനിക്ക് കറക്റ്റ് ആയിരുന്നതുകൊണ്ട് വലിയ വിഷയമല്ല. ക്ലോത്ത് എല്ലാം കറക്റ്റ് ആയിരുന്നു, ക്ലോത്തിലൊന്നും വേറെ വേസ്റ്റ് വരാനൊന്നുമില്ല. ഈ 5.5 ഇഞ്ച് വരെ ഒന്ന് സൈഡിലോട്ട് കണ്ടോ, ഇങ്ങനെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്നുകൂടെ കണ്ടോ, ഇരട്ടി പണിയായി കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അതേ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് എടുത്ത് ഞാൻ ലെങ്ത് ഭാഗത്ത് ആ 11.5യുടെ ഹാഫ് 5.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ വിഷയമൊന്നും വന്നില്ല. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഇനി ഇതിനതാ മാർക്ക് ചെയ്ത പോയിന്റിൽ ഈ 5.5 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് സൈഡൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് ഞാനിപ്പോൾ 3 പാർട്ടായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞല്ലോ, ആ 3 പാർട്ടിനെ പിന്നെ ഞാൻ അനക്കിയില്ല. ആ പാർട്ടിൻ്റെ പുറത്ത് അതുപോലെ ഒന്ന് വെച്ച് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാതെ തന്നെ കട്ട് ചെയ്ത് എടുക്കണമല്ലോ. ആദ്യം ചെയ്ത പോലെ തന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്ന് ട്രേസ് ചെയ്ത് സൈഡ് ഒന്ന് ഇതുപോലെ ഈ വേസ്റ്റ് പോർഷൻ്റെ ഷോൾഡർ വരെയുള്ള ഭാഗത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഇതുപോലെ 3 പാർട്ടിൽ ഞാൻ കറക്റ്റായിട്ട് ഈ പാറ്റേൺ വെച്ച് ഒന്നുകൂടെ ക്ലിയർ ചെയ്തെടുത്തു. അപ്പോൾ ഡബിൾ പണിയായി. ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ബോഡി ഫിറ്റ് പോലെ കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കറക്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ടെന്ന്. ഇനി ഞാനിത് ഒരു സൈഡിലോട്ട് ഇതിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് പാനൽ വരുന്നത് കുർത്തിക്ക്. കണ്ടോ, ഇതുപോലെ വരും. നമ്മൾ ഓരോ പാനലും വേറെ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നതാണേ. ഓരോ പാനൽ ഇതുപോലെ എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ സൈഡിലോട്ടൊന്ന് ചേർത്ത് ഇങ്ങനെ വെച്ചൊന്ന് 4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്, ആ കണക്കിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിനെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. ലൈനിങ് സാധാ ചെയ്യുന്ന പോലെ തന്നെ എ ലൈൻ, നമ്മൾ അംബ്രലയ്ക്കൊക്കെ ചെയ്ത പോലെ എ ലൈൻ തന്നെയാണ്. എൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ പാനൽ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. പാനൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം. ഓരോ പാനൽ കണ്ടോ, ഈ ഓരോ പാനലും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് നല്ല വശങ്ങൾ ഒന്നുപോലെ വരണം. അകവശത്ത് സ്റ്റിച്ച് വരുന്ന കണക്കിന് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച്
ലെങ്ത് ഫുള്ള് ഷോൾഡർ ഭാഗത്തുനിന്ന് ലെങ്ത് ഫുള്ള് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ 1/4 ഇഞ്ച് മാറ്റി ഓരോ പാനലും ഷോൾഡർ ഭാഗത്തു നിന്ന് ലെങ്ത് ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വലിപ്പം കൂടുതലിരിക്കുന്ന ഒന്നും നോക്കണ്ട. 8 പാനൽ ഫ്രണ്ട് പാർട്ടിനും 8 പാനൽ ബാക്ക് പാർട്ടിനും, അങ്ങനെ 16 പാനൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും പാർട്ടുകൾ സെപ്പറേറ്റ് ഇതായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അയൺ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. ഇത് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്തെടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ എത്ര ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയല്ലേ ഈ പാനലിന്റെ. ഇത് സാധാ, ഇനി നമുക്ക് സാധാ കുർത്തി ചെയ്യുന്ന പോലെ ചെയ്യത്തക്കതേ ഉള്ളൂ. ഈ പാർട്ട് കണ്ടോ, ഫ്രണ്ട് പാർട്ടായാലും ബാക്ക് പാർട്ടായാലും ഇതുപോലെ കറക്റ്റ് ലെവൽ പിടിച്ച് രണ്ടായിട്ട് മടക്കിയിടണം. സാധാ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ മടക്കിയിട്ട് ലൈനിങ് കൂടെ വെച്ച് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. ലൈനിങ് നമുക്ക് ആം ഹോളും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. നമുക്ക് നെക്കും ആം റൗണ്ടും എല്ലാം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കൊണ്ട് ഈ ലൈനിങ്ങിനെല്ലാം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് വെച്ച് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി വേസ്റ്റ് ഏരിയയുടെ പോർഷൻ കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അധികം ഇങ്ങ് പുറത്തോട്ട് വലിച്ചിടരുത് കേട്ടോ. ആ ഒരു ലെവലിൽ അകത്തോട്ട് തന്നെ അങ്ങനെ മടക്കി ഇട്ട ശേഷമാണ് നമുക്ക് ഈ ലൈനിങ്ങിന്റെ കണക്കിന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒരു ചെറിയ വേരിയേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണ്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടെ പറഞ്ഞുതരാം ലാസ്റ്റ് കേട്ടോ. ഇനി നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് നെക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 3.5 ഇഞ്ച് വൈഡും 5.5 ഇഞ്ച് ലെങ്തും കൊടുത്ത് നെക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായി ബോഡി പാർട്ടിന്റെ സെന്റർ ഭാഗത്തൊന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം അടിച്ച് മറിച്ചെടുത്താൽ മതി. ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തെന്നി മാറാതെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാനിവിടെ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് പോർഷന്റെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ബോഡി ഫുള്ള് 4 പാർട്ടും പിടിച്ചത് ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം. ഇനി മെയിൻ ക്ലോത്തിന് ഇവിടെ നിന്ന് താഴോട്ട് ഈ ലൈനിങ് ബാക്കിലോട്ട് മടക്കി കൊടുക്കണം. ഫ്രണ്ടിലുള്ള ലൈനിങ്ങും മേളിലോട്ട് വെച്ച ശേഷം മെയിൻ ക്ലോത്ത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ മെയിൻ ക്ലോത്ത് ഒന്ന് ചുരുട്ടി അകത്തോട്ട് വയ്ക്കണം. ഇങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ച ശേഷം ലൈനിങ് സൈഡിൽ ഇതുപോലെ പിടിച്ച് ജസ്റ്റ് മേളിൽ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് മാറ്റി ലൈനിങ്ങും കൂടെ സൈഡ് അടിച്ചെടുത്താൽ മതി. ഇത് നേരത്തെ അംബ്രല കുർത്തിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. ഇനി ലെങ്ത് കൂടെ അടിച്ചെടുക്കുമ്പോൾ കുർത്തി ഇവിടെ റെഡിയായി. കണ്ടോ, ചെറിയൊരു അബദ്ധം പറ്റിയെങ്കിലും ചെയ്ത് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ 16 പാനൽ കട്ടൊക്കെ ഞാൻ ഫസ്റ്റാണ് ചെയ്യുന്നത്. ഒരു 15 വർഷത്തിന് മുന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ എനിക്കൊരു ഫാഷൻ ഡിസൈനിങ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് പ്രൊഫഷണലി ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അത് അറിയാം കേട്ടോ. സ്മൃതി മാമിന്റെ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിന്നത് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.